കാസർഗോഡിന്റെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാലമായി സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിരവധി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഗവൺമെന്റിന് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനത്തെ കേരള നിയമസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പോലും ആവശ്യപ്പെട്ടിട്ടും അതിനൊന്നും ന്യായമായ മുഖം കൊടുക്കാതെ ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അതിന് വേണ്ട രൂപത്തിൽ മുഖം കൊടുക്കാതെ അതിനെ വീണ്ടും വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ 22-ാം തീയതി ചെയ്യേണ്ട ഒരു സമരമാണിത്. 22-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും കരുതി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി കേരള നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാസർഗോഡിലെ എൻഡോസൾഫാൻ പീഡിതരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് 25-ാം തീയതി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 25-ാം തീയതി വരെ ആ നിരാഹാരം ഇരിക്കുന്നവർ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ് എന്ന് ചോദിച്ചപ്പോഴാണ് 22-ാം തീയതി തന്നെ ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കും. നമ്മൾ പ്രതീക്ഷിച്ചു കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന ഉമ്മൻചാണ്ടി ഇതിൽ അദ്ദേഹത്തിന്റെ മാനുഷികമായ ഒരു മുഖം, അദ്ദേഹത്തിന്റെ ആവേശം, അതൊക്കെ ഇതിൽ പരിഗണിക്കപ്പെടും, അതൊക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതി. പക്ഷേ എന്താ സംഭവിച്ചത്? ഒരു ചർച്ച നടത്തിയ ആൾക്കാരെ ചർച്ച പറഞ്ഞു വിട്ടു എന്നുള്ളതല്ലാതെ വീണ്ടും ചർച്ച ഇന്നേക്ക് വെച്ചിരിക്കും. ഇന്ന് ചർച്ച വെക്കുന്നതിന് മുൻപ് വളരെ രസകരമായ ചില സംഭവങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചർച്ച വെക്കുമ്പോൾ 20 ദിവസങ്ങളായി ഏതോ നാട്ടിൽ നിന്ന് വന്ന് കാസർഗോഡിന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിരാഹാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. വാസുവേട്ടനെ പോലെ മൊയിൻ ബാപ്പുക്കെ പോലുള്ളവർ കാസർഗോഡ് വന്നുകൊണ്ട് സമരത്തിലാണ്. ഈ സമരം അറിയാവുന്ന ഗവൺമെന്റും കാസർഗോഡ് കളക്ടറും അടക്കമുള്ളവർ ഈ സമരസമിതിയെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇന്ന് ചർച്ച തീരുമാനിച്ചിരിക്കുന്നു. ആരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കടലാസ് സംഘടനയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ഇന്ന് ഞങ്ങൾ അറിയുന്നു 100ഓളം പേര് ചർച്ചയ്ക്കായിട്ട് തിരുവനന്തപുരത്തുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ഈ 100ഓളം പേര് ചർച്ചയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ നിരവധി ദിവസങ്ങളായി കാസർഗോഡിന്റെ ഹൃദയത്തിൽ നടക്കുന്ന ഈ സമരത്തെ കാണാൻ സാധിക്കാത്തവർക്ക് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഈ ചർച്ചയ്ക്ക് ഒരു പരിസമാപ്തി ഉണ്ടാക്കാൻ സാധിക്കുക? നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോരാഞ്ഞിട്ട് ഇന്നത്തെ എല്ലാ പത്രമാധ്യമങ്ങളിലും ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആരൊക്കെ വായിച്ചിട്ടുണ്ട് എന്നറിയില്ല. എൻഡോസൾഫാൻ വിഷയത്തിൽ പ്രത്യേക ട്രിബ്യൂണൽ രൂപീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അതിന്റെ ആവശ്യം? ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതിനോട് നമ്മൾ എതിരല്ല. ഈ ട്രൈബ്യൂണൽ രൂപീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗൂഢാലോചനയാണ്. അതിൽ ഒപ്പിട്ടിരിക്കുന്നവരാരാ? NK പ്രേമചന്ദ്രനെ പോലെയുള്ള മുൻ മന്ത്രിമാർ അതിൽ ഒപ്പിട്ടിരിക്കുന്നു. DRP ഭാസ്കരെ പോലെയുള്ളവർ അതിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. അവരുടെ ആവശ്യം ഇന്ന് ഗവൺമെന്റ് ചർച്ച ചെയ്യുമ്പോൾ എൻഡോസൾഫാൻ വിഷയത്തിൽ ഒരു ട്രൈബ്യൂണൽ പ്രഖ്യാപിക്കുകയും വീണ്ടും അന്വേഷണങ്ങൾ